ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന കൊല്ലം സാമ്പ്രാണിക്കൊടിയിൽ ബോട്ട് ഇറങ്ങുന്നതിന് ബോട്ട് ജെട്ടിയോ രാത്രി സമയത്ത് ആവശ്യത്തിന് വെളിച്ച സൗകര്യങ്ങളോ ഇല്ല. കൊല്ലം TDPCയുടെ കീഴിലുള്ള ഈ സ്ഥലം വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കാവുന്ന കേന്ദ്രമാണ്. സാമ്പ്രാണിക്കൊടിയിലെത്തിയാൽ ഐലൻഡിലേക്ക് ബോട്ടിലൊരു യാത്ര. അവിടെ എത്തിയാൽ മുട്ടോളം വെള്ളത്തിൽ പ്രകൃതി ആസ്വദിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വെള്ളത്തിൽ കളിക്കാം. അഷ്ടമുടിക്കായലിൻ്റെ ഒത്ത നടുക്കായുള്ള ഈ ദ്വീപ് കാണാനാണ് ഇങ്ങോട്ട് ആളുകൾ എത്തുന്നത്. ആളുകളാണ് ഇങ്ങോട്ട് വരുന്നത്. ബോട്ടിലെത്തുന്നവർക്ക് ഇറങ്ങാൻ നല്ലൊരു ബോട്ട് ജെട്ടിയില്ല. ഉണ്ടായിരുന്ന ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു തവണ പോലും അറ്റകുറ്റപ്പണി നടത്തിയില്ല എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഫ്ലോട്ടിംഗ് ബോട്ടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമ്മൾ ആൾ കയറുമ്പോൾ താന്നു പോവുകയാണ്. അപ്പോൾ ഇത് മെയിൻ്റനൻസ് ചെയ്യാത്തതിൻ്റെയാണ് അതിൻ്റെ ഒരു ഫാൾട്ട് എന്ന് പറയുന്നത്. ഏകദേശം 45 ബോട്ടുകളുണ്ട് ഇവിടെ. 45 ബോട്ടുകൾ സർവീസ് നടത്തിയിട്ട് ഇപ്പോൾ തന്നെയാണ് അത് ഇങ്ങനെ ആൾക്കാർ ഇറങ്ങുമ്പോഴത്തേനും ഈ ബോട്ട് കിട്ടി താന്ന് പോകുന്നതാണ്. വേറെ അപകടം ഇല്ലെങ്കിൽ തന്നെയും ഇത് താന്നു പോകുന്നൊരു ഇത് താരാൻ പാടില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ബോട്ട് കെട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഇത് താന്ന് പോകുന്നുണ്ട്. അത് അടിയന്തരമായിട്ട് മെയിൻ്റെനൻസ് ചെയ്യണം. ബാത്റൂമിൻ്റെയൊക്കെ നമുക്ക് അടിസ്ഥാനങ്ങൾ കെട്ടി വന്നേക്കുന്നേ ഉള്ളൂ. ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ആയതേ ഉള്ളൂ. അത് ഉടനെ ഇത് പൂർത്തിയാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബോട്ട് ജെട്ടിയുടെ ഈ ഭാഗത്ത് തന്നെയുള്ള കൈവരികൾ പലതും കാലപ്പഴക്കത്താൽ അത് ദ്രവിച്ച് തുരുമ്പെടുത്ത് പോയ അവസ്ഥയിലാണ്. അവധി ദിവസങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് നമ്മൾ സാമ്പ്രാണിക്കൊടി സന്ദർശിക്കാനായിട്ട് എത്തുന്നത്. അപ്പം ആ കൈവരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗസ്റ്റിൻ്റെ സുരക്ഷിതത്വത്തിന് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. സാമ്പ്രാണിക്കൊടിക്ക് അത്യാവശ്യമായി വേണ്ടത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരിടമാണ്. രാത്രികാലങ്ങളിൽ വെളിച്ചവും അത്യാവശ്യം. ഇവിടെയുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല. ശുചിമുറികളും കുറവാണ്. അധികാരികളുടെ ശ്രദ്ധ കുറച്ചുകൂടി ഇങ്ങോട്ടെത്തിയാൽ കൊല്ലത്തെ ടൂറിസത്തിന് എടുത്തു പറയാവുന്ന ഒരിടമായി സാമ്പ്രാണിക്കൊടി മാറും. റിപ്പോർട്ടർ, കൊല്ലം. ദിലീപ് ദേവസ്യാണ് സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം ചേരുന്നത്. ദിലീപ്, വലിയ സാധ്യതകളാണ് അവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. നോക്കൂ, നമ്മളെ ടൂറിസം ഭൂപടത്തിൽ പലവിധ സ്ഥലങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിന് നൽകാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ രണ്ടാമത് വരികയും PM മുഹമ്മദ് റിയാസ് അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ടൂറിസം സഹമന്ത്രി കൂടിയുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് വേണ്ടത്? എന്തൊക്കെയാണ് സാമ്പ്രാണിക്കൊടിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ബിനിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികൃതരുടെ ശ്രദ്ധ കുറച്ച് ഇങ്ങോട്ടുണ്ടായാൽ മാത്രം മതി എന്നാണ് ഞാൻ പറയുന്നത്. കൊല്ലം ജില്ലയിൽ നിന്ന് 15 കിലോമീറ്റർ ഓടിയാൽ സാമ്പ്രാണിക്കൊടിയിലെത്താം. സാമ്പ്രാണിക്കൊടിയിലെ പ്രത്യേകത അഷ്ടമുടിക്കായലിൻ്റെ നടുക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിന്ന് കളിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിരവധി ടൂറിസ്റ്റുകളാണ് എത്തുന്നത്. ഈ കേരളത്തിൽ നിന്ന് എത്തുന്നത്, മറ്റ് കേരളത്തിന് പുറത്തു നിന്നുള്ളവർ, അങ്ങനെ നിരവധി ആളുകൾ എത്തുന്നു. പക്ഷേ നമ്മളുടെ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ ഒന്ന് കാണാം. പല മാലിന്യങ്ങൾ കൊണ്ട് ഈ വെള്ളത്തിൽ കൊച്ചു കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി നിന്ന് കുളിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ വന്നുമ്പോൾ ഉണ്ടാകുന്നത്. നമുക്ക് ഇപ്പോൾ ഫറോക്കിലുണ്ടായ അപകട മരണങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ കുളിച്ചതുകൊണ്ടുണ്ടായ അപകട മരണങ്ങളൊക്കെ അറിയാം. ആ സാഹചര്യത്തിൽ കുട്ടികളെ ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കുന്ന ഈ വെള്ളം എത്രത്തോളം ശുചിയുള്ളതാണെന്ന് നോക്കിയാൽ എല്ലാ മാലിന്യങ്ങളുള്ള ഈ വെള്ളത്തിലാണ് നമ്മളടക്കമുള്ള ആളുകൾ നിന്നുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ പ്രധാനമായി പറയേണ്ടത് മാലിന്യം നിക്ഷേപിക്കാൻ ഒരിടമില്ല. ബോട്ടിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ബോട്ടിൽ ഇറങ്ങാൻ, അതായത് ഫ്ലോട്ടിംഗ് ജെട്ടിയാണ് ഇവിടെ ഉള്ളതെങ്കിൽ അവിടെ പോലും ഇറങ്ങാൻ കാര്യമായിട്ടൊരു സൗകര്യങ്ങളില്ല, വെളിച്ചമില്ല, എല്ലാം കൊണ്ട് പരാതികൾ മാത്രമാണ്. ചേട്ടൻ ഇവിടെ ഉള്ള ആളല്ലേ? ചേട്ടാ, ഇവിടെ എന്തെങ്കിലും പോരായ്മകൾ എന്തൊക്കെയാണുള്ളത്? നമുക്ക് പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പോരായ്മകളെ ഉള്ളു. കാര്യം നമ്മൾ ഇത് തുടങ്ങിയിട്ട് 5.5 വർഷത്തോളമായി. ഇപ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ MLA മുകേഷാണ്. അദ്ദേഹം നമുക്ക് ഏതാണ്ട് 1 കോടി രൂപ ഇപ്പോൾ അനുവദിച്ച് നമുക്ക് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടും നമുക്കിവിടെ ഒന്നും ചെയ്തു തന്നിട്ടില്ല ഈ നിമിഷം വരെയും. അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് കുറവുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിലല്ലാതെ ഇട ദിവസങ്ങളിൽ എത്രത്തോളം വിനോദസഞ്ചാരി? എല്ലാ ദിവസവും ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. എല്ലാം എന്നാലും കൂടുതൽ തിരക്ക് ശനി ഞായറുമാണ്. പക്ഷേ ഈ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇന്നിപ്പം ഈ മഴയൊക്കെ ആയത് ജൂൺ ജൂലൈ മാസം പൊതുവെ ആൾക്കാർ കുറവായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് സാമ്പ്രാണിക്കൊടി. എത്ര മണി വരെ വെള്ളത്തിൽ നിൽക്കാം? ഇപ്പോൾ സമയം 5:30 ആയി. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും കയറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, ഇന്ന് കച്ചവടക്കാരൊക്കെ വന്നു. അവർ 5:30 ആകുമ്പോൾ തന്നെ എല്ലാം തന്നെ
ക്ലോസ് ചെയ്ത് സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. 5:30 സമയം വരെയേ ഉള്ളൂ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ഈ വെള്ളത്തിൽ നിൽക്കാവുന്ന ഒരു സമയം. പിന്നെ രാവിലെ 9 മണിയോട് കൂടി തന്നെ ഇവിടെ ടൂറിസം തുടങ്ങുകയും ചെയ്യും. ഇവിടെ നമുക്ക് പ്രതികരണങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. എല്ലാവരും ഇവിടെ എത്തിയിട്ട് ഫോട്ടോ എല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നവരാണ്. ഇവരോട് തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാം. വെള്ളത്തിലായതുകൊണ്ട് നടക്കുന്നതിൽ ഒരു വേഗതക്കുറവുണ്ടാകും. മിന്നിൽ അതൊന്ന് ക്ഷമിക്കുക. ചേട്ടാ, നിങ്ങൾ ഈ നാട്ടിൽ തന്നെയാണോ? കാസർഗോഡ്ന്നോ? തിരുവനന്തപുരം. ഇതൊക്കെ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ ഉള്ള ആളുകളുണ്ട്. ചേട്ടാ, ഈ സ്ഥലം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇവിടെ പോരായ്മകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? പോരായ്മ ഒന്നും കാണാനില്ല. ഈ വെള്ളത്തിന് വൃത്തി ഇറങ്ങാൻ അങ്ങനെ കുഴപ്പമില്ല. വൃത്തിയൊക്കെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. എങ്ങനെയാ? അല്ല, വൃത്തിയൊക്കെ ഇത്ര ആൾക്കാർ വരുമെന്ന്. അപ്പൊ ഈ നിങ്ങൾ കണ്ട ഇങ്ങനെ ഈ കൊച്ചുങ്ങളൊക്കെ അന്നിപ്പോ കുഴപ്പമില്ല, എന്നാ കൊച്ചുങ്ങളെ കൊണ്ടുവരാതിരിക്കണം. അല്ലാതെ നമുക്ക് എൻജോയ്മെന്റ് ആണ് ആവശ്യം. ഇതൊക്കെ മതി നമുക്ക് അത്യാവശ്യം. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു ചേട്ടാ ഇതൊക്കെ മതിയോ? എന്താ ചോദിച്ചാ അത് പോരാ. ഇത്തിരി കേരളത്തിൽ കുറെ നമുക്ക് കുറച്ചും കൂടെ ടൂറിസം കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അത് ആവശ്യമുണ്ട്. കുറെ ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം വരുന്നത്. അപ്പൊ ഇതൊക്കെ മതിയോ നമുക്ക്? അത് പോരാ. ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികളൊക്കെ ഈ വിദേശത്തു നിന്നൊക്കെ ആളുകൾ വരുന്നതാണ്. അവർക്ക് ഇത് കാണിച്ചാൽ മതി നമുക്ക്? പോരാ. വന്ന വഴിയോ? വന്ന വഴി റൂട്ടൊന്നും വലിയ ശരിയല്ല, റോഡും ശരിയില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അറിയില്ല. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അറിയില്ല. നമ്മൾ ഒരുപാട് വഴി തെറ്റിയൊക്കെയാണ് ഇവിടെ വന്നത്. അപ്പം അതാണ് ഇതിൻ്റെ അവസ്ഥ. അങ്ങനെ ഈ സ്ഥലത്തേക്കുള്ള വഴിയുടെ ഒരു പ്രശ്നമുണ്ട്. വഴി GPS തെറ്റിപ്പോയതായിരിക്കും. വഴി നല്ല വഴിയുണ്ട്, നമ്മൾ വരുന്നൊരു വഴി നല്ല വഴിയാണ്, വഴിയെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ പോരായ്മകൾ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഈ കൊല്ലം ഭാഗത്ത് അഷ്ടമുടിക്കായലിൽ ടൂറിസം നടത്തുന്ന ടൂറിസ്റ്റുകളായി എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം നിരവധി പേരെത്തുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഈ പോരായ്മകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട്. അത് വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്നു, കുട്ടികൾ കൂടുതൽ എത്തുന്നു. പ്രത്യേകിച്ച് ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയാണ് ഈ സാമ്പ്രാണിക്കടവിൽ നേരിടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ലഭ്യമാക്കേണ്ടതുണ്ട് സാമ്പ്രാണിക്കടവിൽ.